എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ ദൈവവചന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും. കൊലോസ്യർ 1:12. പ്രിയരെ, മനുഷ്യജീവിതത്തിൽ ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: ഞാൻ ആരുടെ അവകാശിയാണ്? ഭൂമിയിലെ സമ്പത്തുകൾക്കായി മനുഷ്യൻ പോരാടുന്നു. പേരിനായി, പദവിക്കായി, സ്വത്തിനായി, പ്രശസ്തിക്കായി മനുഷ്യർ ജീവിതകാലം മുഴുവൻ ഓടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ദൈവവചനം നമ്മോട് പറയുന്നു, ഈ ലോകത്തിൻ്റെ നാശമുള്ള അവകാശമല്ല, വെളിച്ചത്തിലുള്ള വിശുദ്ധന്മാരുടെ അവകാശത്തിനായിട്ടാണ് ദൈവം നമ്മെ പ്രാപ്തരാക്കിയത്. ഇവിടെ വെളിച്ചം എന്നത് ഒരു സാധാരണ പ്രകാശമല്ല, അത് ദൈവ സാന്നിധ്യത്തിൻ്റെ മഹത്വമാണ്, അത് പരിശുദ്ധിയുടെ സൗന്ദര്യമാണ്, അത് സത്യത്തിൻ്റെ ദീപ്തിയാണ്. ഇരുട്ട് പാപത്തിൻ്റെ അടയാളമാകുമ്പോൾ വെളിച്ചം ദൈവിക ജീവിതത്തിൻ്റെ അടയാളമാകും. ഒരു മനുഷ്യൻ ഇരുണ്ട മുറിയിൽ വർഷങ്ങളോളം ജീവിച്ചാൽ അവൻ വെളിച്ചത്തെ പേടിക്കും. അതുപോലെ പാപത്തിൻ്റെ ഇരുളിൽ ജീവിക്കുന്ന ഒരു മനുഷ്യാത്മാവ് ദൈവത്തിൻ്റെ വിശുദ്ധിയെ സഹിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ സുവിശേഷത്തിൻ്റെ മഹത്വം ഇതാണ്: നമ്മെ യോഗ്യരല്ലാത്തവരായി കണ്ട ദൈവം തൻ്റെ കൃപയാൽ നമ്മെ യോഗ്യരാക്കി. നാം അർഹത കൊണ്ടല്ല രക്ഷിക്കപ്പെട്ടത്, നമ്മുടെ നീതി കൊണ്ടല്ല ദൈവരാജ്യത്തിന് അവകാശികളായത്. ക്രിസ്തുവിൻ്റെ രക്തമാണ് നമ്മെ ശുദ്ധീകരിച്ചത്, അവൻ്റെ സ്നേഹമാണ് നമ്മെ ഉയർത്തിയത്. ദൈവത്തിൻ്റെ കൃപയാണ് നമ്മെ ദൈവമക്കളാക്കി മാറ്റിയത്. ഒരിക്കൽ നാം ആത്മീയമായി അനാഥരായിരുന്നു, പ്രത്യാശയില്ലാത്തവരായിരുന്നു, പാപത്തിൻ്റെ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടവരായിരുന്നു. എന്നാൽ ഇന്ന് ദൈവം നമ്മെ തൻ്റെ രാജ്യത്തിൻ്റെ അവകാശികളായി വിളിക്കുന്നു. എത്ര മഹത്തായ ദൈവകൃപ! പ്രിയ സഹോദരങ്ങളെ, ഒരവകാശിക്ക് തൻ്റെ പിതാവിൻ്റെ സ്വഭാവം പ്രതിഫലിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ദൈവം നമ്മെ വെളിച്ചത്തിൽ നടക്കുവാൻ വിളിക്കുന്നത്. ലോകം ഇരുളിലേക്ക് വീഴുമ്പോൾ വിശ്വാസി വെളിച്ചത്തിൻ്റെ മകനായി ജീവിക്കണം. വാക്കുകളിൽ വെളിച്ചമുണ്ടായിരിക്കണം, ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടായിരിക്കണം, ഹൃദയത്തിൽ സ്നേഹമുണ്ടായിരിക്കണം. ഇന്ന് ലോകം പലതരം കൃത്രിമ വെളിച്ചങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പാപത്തിൻ്റെ ആകർഷണങ്ങൾ, ലോകത്തിൻ്റെ മോഹങ്ങൾ, സ്വാർത്ഥതയുടെ തിളക്കങ്ങൾ, ഇവയൊക്കെയും ചില നിമിഷങ്ങൾ മാത്രം പ്രകാശിക്കുന്ന മിന്നലുകൾ പോലെയാണ്. എന്നാൽ ക്രിസ്തുവിൻ്റെ വെളിച്ചം ഒരിക്കലും അണയുകയില്ല. ദൈവം നമ്മെ വെളിച്ചത്തിലേക്ക് വിളിച്ചപ്പോൾ ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ ഉപേക്ഷിക്കുവാൻ വിളിച്ചു, ക്ഷമിക്കുവാൻ വിളിച്ചു, സ്നേഹിക്കുവാൻ വിളിച്ചു, വിശുദ്ധിയിൽ നടക്കുവാൻ വിളിച്ചു. ഈ വചനത്തിൽ മറ്റൊരു അത്ഭുത സത്യമുണ്ട്: പ്രാപ്തന്മാരാക്കുകയും എന്ന് പറയുന്നു. അതായത് ദൈവം നമ്മെ കൈപിടിച്ച് ഒരുക്കുന്നു. ഒരു അധ്യാപകൻ വിദ്യാർത്ഥിയെ പരീക്ഷയ്ക്കായി ഒരുക്കുന്നത് പോലെ ഒരു ശില്പി കല്ലിനെ മനോഹരമായ പ്രതിമയാക്കി മാറ്റുന്നത് പോലെ ദൈവം നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നു. ചിലപ്പോൾ പരീക്ഷകൾ വരും, കണ്ണുനീർ വരും, നഷ്ടങ്ങൾ വരും. എന്നാൽ ആ എല്ലാ അനുഭവങ്ങളിലൂടെയും ദൈവം നമ്മെ തൻ്റെ മഹത്വത്തിനായി തയ്യാറാക്കുകയാണ്. അവസാനമായി നമ്മുടെ യഥാർത്ഥ അവകാശം ഭൂമിയിലല്ല, സ്വർഗത്തിലാണ്. ഈ ലോകം താൽക്കാലികമാണ്, ഇവിടെയുള്ള മഹത്വം മാഞ്ഞു പോകും. എന്നാൽ ദൈവം തൻ്റെ വിശുദ്ധന്മാർക്കായി ഒരുക്കിയ നിത്യരാജ്യം, അത് നിത്യമാണ്. അതുകൊണ്ട് പ്രിയരെ, നമ്മുടെ കണ്ണുകൾ ക്രിസ്തുവിലേക്ക് ഉയർത്താം. ഇരുട്ടിലല്ല, വെളിച്ചത്തിൽ നടക്കാം. ഭൂമിയിലെ നാശമുള്ള സമ്പത്തുക്കളിലല്ല, സ്വർഗീയ അവകാശത്തിൽ പ്രത്യാശ വെക്കാം. നമ്മെ
അയോഗ്യരായ നിലയിൽ നിന്നും എടുത്ത് വിശുദ്ധന്മാരുടെ അവകാശത്തിനായി പ്രാപ്തരാക്കിയ ദൈവത്തിന് മഹത്വം കൊടുക്കാം. നമ്മുടെ ജീവിതം ഒരു അനുഗ്രഹമായി തീരട്ടെ. ആ വെളിച്ചത്തിലുള്ള അവകാശം പ്രാപിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ വിശുദ്ധിയോടെ ജീവിക്കുവാൻ ഈ പ്രഭാത സന്ദേശത്തിലൂടെ ഇത് കേൾക്കുന്ന എല്ലാവരെയും ആ നിലകളിൽ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഗോഡ് ബ്ലെസ് യു.